വയോജനങ്ങൾക്കുള്ള പാർക്കുണ്ടാകും. ഈ പകൽ വീട്ടിൽ പഞ്ചായത്ത് തന്നെ വെച്ച് ഒരു ഡോക്ടറിന്റെയും ഒരു നഴ്സിന്റെയും സേവനം കൊടുക്കും. ആ ഗവൺമെന്റ് അപ്പൊ തന്നെ. അപ്പൊ അവിടെ നിങ്ങൾ ഒത്തുചേരുകയും പറയുകയും പാടുകയും ഒക്കെ ചെയ്താൽ അത് വിപുലമാണ്. അങ്ങനെ വിപുലമാകുമ്പോൾ പകൽ വീട്ടിൽ ചെറിയ ജോലികൾ ചെയ്യാം. പാട്ട് എഴുതുന്നവർക്ക് പാട്ട് എഴുതാം, പറയുന്നവർക്ക് പറയാം. ഇനി വസ്ത്രം നെയ്യണമെന്നുണ്ടെങ്കിൽ വസ്ത്രം നെയ്യാം. ഒരു ചിത്രം വരയ്ക്കണം വെച്ചാൽ വരയ്ക്കാം. ഒരു ശില്പം ഉണ്ടാക്കണം വെച്ചാൽ ഉണ്ടാക്കാം. എന്താണോ നിങ്ങളുടെ കഴിവ്. നിങ്ങൾക്കെല്ലാം ആഹാരം വയ്ക്കാൻ അറിയാം. നിങ്ങളുടെ കൊച്ചുമക്കൾക്കൊന്നും അതറിയില്ല. അവർക്ക് ഐറ്റിയ മൊബൈൽ അറിയാം, പക്ഷെ അരി ബന്ധവും നോക്കാൻ അറിയത്തില്ല. അരി ബന്ധവും നോക്കാൻ അറിഞ്ഞുണ്ടെങ്കിൽ കഞ്ഞി കുടിച്ച് കിടക്കാൻ പറ്റും. നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് അത്താഴം ഉണ്ടാക്കാൻ അറിയാം. കുട്ടികൾക്ക് പലർക്കും അടിപിടി കൂടാൻ അറിയാം. അത്താഴം ഉണ്ടാക്കാൻ അറിയുന്നതാണ് അത്. അടിപിടി കൂടാൻ അറിയുന്നത് അറിവില്ലായ്മ. ഇന്ന് ഒരുപാട് അറിവില്ലായ്മ സമൂഹത്തിലുണ്ട്. നല്ല ഒരുപാട് അറിവുകളുടെ കുറവുണ്ട്. ആ കുറവുണ്ടായത് ഈ കുട്ടികൾ പ്രായമായവരും തമ്മിൽ ബന്ധപ്പെടാനുള്ള സന്ദർഭങ്ങളുടെ കുറവ്. അത് പകലിലൂടെ പരിഹരിക്കുമ്പോൾ ആ പകലിൽ കുട്ടികൾ ചിലപ്പോൾ അവരവരുടെ കുട്ടികളായിരിക്കില്ല വരുന്നത്, മറ്റുള്ളവരുടെ കുട്ടികൾ. ഏത് കുട്ടി വന്നാലും കുറച്ചു നാൾ കഴിയുമ്പോൾ കുട്ടികൾക്ക് അവരെ സ്നേഹിക്കുന്നവർ അമ്മമാരാണ്. അമ്മമാർക്ക് അവരുടെ മുമ്പിൽ വരുന്നവർ മക്കളാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ മതേതരത്വത്തിൽ ഞാൻ ഇസ്ലാമാണെന്നോ ക്രിസ്ത്യാനിയാണെന്നോ ഹിന്ദുവാണെന്നോ ഒക്കെ തോന്നുന്നത് കുറച്ച് പ്രായമാകുമ്പോഴാണ്. ഒരുപാട് പ്രായമാകുമ്പോൾ അതില്ലാതാവും. കുട്ടികളിലും അതില്ലാതാവും. ഏത് 4 വയസ്സുകാരൻ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഒരമ്മയും ആരോഗ്യല്ല. അവന്റെ മനസ്സിൽ അവനെ സ്നേഹിക്കുന്ന 70 വയസ്സുള്ള ഒരമ്മ അവന് ഹിന്ദുവാണെങ്കിലും മുസ്ലിമാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും അമ്മയാണ്. സത്യത്തിൽ കുട്ടികളിലൂടെ വേണം, പ്രായമായവരിലൂടെ വേണം. ഈ ചെറുപ്പക്കാരനൊക്കെ ഇപ്പോൾ ഉണ്ടായി വന്ന വർഗീയതയുടെ എല്ലാ അഴുക്കും ഒളിച്ചു കളയും. അതിന് പകർന്നൊരു സഹായകമാണ്. അവിടത്തെ പങ്കിടൽ സഹായകമാണ്. നിങ്ങൾക്ക് ഈ എവരൊക്കെ കൂടി ഒരു മുണ്ട് തരുന്നത്, ഈ മുണ്ട് നെയ്യുന്നത് ആരാണെന്ന് ഉടുക്കുന്നത് നിങ്ങൾക്കറിയാം. ഈ മുണ്ട് നെയ്തവനെ ചടയമംഗലം പഞ്ചായത്തിൽ ഉടുക്കുന്നത് ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്നൊന്നും അറിയില്ല. ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ എന്നും അറിയത്തില്ല. BJP ആണോ ലീഗാണോ എന്നും അറിയത്തില്ല. അതുകൊണ്ട് ഈ മുണ്ട് സത്യത്തിൽ നിങ്ങളെ അധ്വാനിക്കുന്ന അത്താഴത്തിന് വേണ്ടി ഇതുണ്ടാക്കിയ മതേതരത്വ ജനാധിപത്യ സ്വഭാവമുള്ള തൊഴിലാളിയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ഈ വെളുത്ത മുണ്ട്. ഇതിൽ അരഞ്ഞെടുത്ത് കഴുകി കളയുമ്പോൾ അത് വൃത്തിയാവും. ആ വെള്ളത്തിനും അറിയില്ല ഇത് അമരുത്തതാണ്. നിങ്ങൾ ചടയുടെ തോട്ടിലാണ് എടുക്കുന്നതെങ്കിൽ ചടയുടെ തോടിനറിയത്തില്ല ഇത് ഹിന്ദു കൊടുത്തതാണ് മുസ്ലിം കൊടുത്തതാണ്. ആ അഴുക്കിൽ ഏതെങ്കിലും കഴിക്കാൻ പറ്റിയതുണ്ടെങ്കിൽ കഴിക്കുന്ന വീണ്ടും അറിയത്തില്ല ഇതെന്താണ്. അവിടെയൊക്കെ ആവശ്യങ്ങൾ, പ്രകൃതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്ന് വേറൊന്നിന്റെ ആവശ്യത്തിനുള്ളത്, വേറൊന്ന് മറ്റൊന്നിന്റെ ആവശ്യത്തിനുള്ളത്. അങ്ങനെ ഉതകുന്ന തരത്തിൽ ഗ്രാമീണമായി പ്രായമായവരും കുട്ടികൾ മധ്യപ്രായമുള്ളവരും ചേർന്ന് മനോഹരമായി പരസ്പരം കൊടുത്തും എടുത്തും നടപ്പാക്കിയ ഒരു ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഏറെയുള്ള പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന കണ്ണികളാണ് നിങ്ങൾ പ്രായമായവർ. ആ പ്രായമായവരെ കൂട്ടാൻ നിങ്ങളുമായ പല കാര്യങ്ങൾ സംസാരിക്കാനും
നിങ്ങളുടെ ചിരിക്കുന്ന മുഖം കാണാൻ, ഭാവിയിൽ നിങ്ങൾക്ക് കൂടുതൽ ചിരിയുണ്ടാവാൻ, സങ്കടങ്ങൾ പരിഹരിക്കാൻ, ഒരു പഞ്ചായത്തിനും ഗവൺമെന്റിനും എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കാനൊക്കെ ഉള്ള ഒരു നടപടിക്രമത്തിന്റെ പ്രാഥമിക ഭാവമാണ് ഈ ഒത്തുചേരൽ. ആ ഒത്തുചേർന്ന് ഇവിടെ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ആഹാരം കിട്ടിയ താമസപ്പെടുന്നത് അതൊരു നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ അടുത്തത് അത് അതുകൊണ്ട് ആഹാരം കൊടുക്കാതിരിക്കണമെന്നല്ല, മനുഷ്യന്റെ ഏറ്റവും പ്രാഥമികമായ പൊതുവികാരം വിശപ്പാണ്. നിങ്ങളെല്ലാം വിശപ്പറിഞ്ഞവരാണ്. അറിഞ്ഞവരെന്ന് മാത്രമല്ല, ചിലപ്പം നിങ്ങൾ വിശന്നിരുന്ന് വയറ് ഒഴിഞ്ഞിട്ട് നിങ്ങൾ മക്കളെയും മറ്റുള്ളവരെയും കാത്തിരുന്ന് അവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്ത് സ്വന്തം ആഹാരം ശ്രദ്ധിക്കാതെ സ്വന്തം പട്ടിണി മറന്നു മക്കൾ നിറച്ച് കഴിച്ചതോർത്ത് ഇതിന് സഹായിച്ച ദൈവത്തോട് നന്ദിയും പറഞ്ഞ് കഴിഞ്ഞവരെയാണ് ലോകത്തെ അമ്മമാരെന്ന് പറയുന്നത്. അമ്മ എന്ന വാക്കിന്റെ അർത്ഥമാണ്. അതുകൊണ്ട് അമ്മമാരെ സത്യത്തിൽ വിശക്കാൻ അനുവദിച്ചുകൂടാ, അതിനുള്ളവർക്ക് ആഹാരം കൊടുക്കണം. പക്ഷെ എവരെ ഏർപ്പാട് ചെയ്തോ കാര്യത്തിൽ ചെറിയ പ്രശ്നം കൊണ്ട് നിങ്ങൾ ഒരുമിച്ചാണ് വിശപ്പത്. പണ്ട് നിങ്ങൾ ഒരുപാട് വിശപ്പ് അറിഞ്ഞവരാണ്, മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ വിശപ്പ് തീർത്തവരാണ്. ഇന്ന് വിശപ്പിനും ഒരു മതേതരത്വ ജനാധിപത്യ സ്വഭാവമുണ്ട്. ആർക്ക് വിശന്നാലും ഹിന്ദു വിശപ്പൊന്നൊരു വിശപ്പില്ല, മുസ്ലിം വിശപ്പൊന്നൊരു വിശപ്പില്ല, ക്രിസ്ത്യൻ വിശപ്പൊന്നൊരു വിശപ്പില്ല, വിശ്വാസി വിശപ്പ് എന്നൊരു വിശപ്പില്ല, അവിശ്വാസി വിശപ്പ് എന്നൊരു വിശപ്പില്ല. വിശപ്പിന് പരിഹാരമായി ആഹാരം തേടിയുള്ള യാത്രയാണ് മനുഷ്യന്റെ എല്ലാ യാത്രയുടെയും ആരംഭം. എവരെ എല്ലാം ഒരുക്കിയിരുന്നു നിങ്ങളുടെ വിശപ്പ് മാറ്റാൻ. പക്ഷെ വരുന്നതല്ല താമസിച്ചതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് പ്രായമായി ഒത്തുകൂടിയിരുന്ന് വിശപ്പിന്റെ ഒരുപാട് അനുഭവങ്ങളുള്ള നിങ്ങൾ ഇന്ന് പ്രായമായ ഈ ദിവസം ഇവിടെ വന്നപ്പോൾ ഉച്ചയ്ക്ക് വിശപ്പിന്റെ ഒരു വിഷമവും അത് കഴിഞ്ഞ് ആഹാരം കിട്ടിയപ്പോഴുള്ള സന്തോഷവും നിങ്ങളാണ്. അങ്ങനെയാണ് ഏറ്റവും നല്ല കൂട്ടാൻ ഏതെന്ന് ചോദിച്ചാൽ നല്ല വിശപ്പാണ്. വിശപ്പുണ്ടെങ്കിൽ ഒറ്റ കൂട്ടാൻ കൂട്ടി കഴിക്കും. ചിലപ്പോ 24 കറിയെല്ലാം കൂട്ടി വിശപ്പില്ലാത്തവൻ കല്യാണത്തിന് വന്ന് ആഹാരം കഴിച്ചാൽ ഈ 24 കറി കൂട്ടി കൊടുക്കുന്നവൻ ലോകത്ത് സർവ്വരിൽ നിന്നും കടം മേടിച്ചിട്ടാണ് ഈ ആർഭാടം നടത്തിയതെങ്കിലും വിശപ്പില്ലാത്തവനാണെങ്കിൽ ഈ 24 കറിയൊക്കെ തൊട്ട് അവസാനം പറയും, അതിന് ഉപ്പില്ല, ഇതിന് പുളിയില്ല, അതിന് മധുരമില്ല, അതിന് അതില്ല, ഇതില്ല, 4 കുറ്റവും പറഞ്ഞു. വിശപ്പുള്ളവനാണെങ്കിൽ ഒരു വെറും ചോറ് ഉപ്പ് മാത്രം ചേർത്ത് അല്പം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ അവൻ കുത്തിയോടെ കുളിച്ചിട്ട് അമ്മയോട് പറയും, അമ്മയ്ക്ക് കോഴിപ്പുണ്ടി കിട്ടുമെന്ന്. അപ്പം നിങ്ങൾ കോഴിപ്പുള്ളി കിട്ടാൻ അധികാരല്ല. അച്ഛന്മാരും അമ്മമാരും ഒക്കെയാണ്. നിങ്ങളെ ഒത്തുകൂട്ടി ഈ സന്തോഷവും അവസാനം ഈ വീണ്ടും തരുന്ന ഈ മിനി സുനിലും രാജുവിനും ഇവിടെ ഇരിക്കുന്ന പഞ്ചായത്ത് മെമ്പർമാർക്കും ഇതിനോട് സഹകരിച്ചവർക്കൊക്കെ ആ പുണ്യം തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇതൊരു സാധാരണ യോഗമല്ല. സാധാരണ ഒരു ഔദ്യോഗിക പഞ്ചായത്ത് യോഗത്തിൽ ഒരുപാട് പുണ്യമൊന്നുമില്ല. പക്ഷെ ഈ ഒത്തുചേരലിന് ഒരു പുണ്യം, അത് അമ്മമാർക്ക് എവർ കൊടുത്ത നന്മയും നിങ്ങളിൽ തിരിച്ച് എവർക്ക് നന്ദിയോടെ കൊടുക്കുന്ന പുണ്യവുമാണ്. അതുകൊണ്ട് ഈ യോഗത്തിൽ എന്നെ വിളിച്ചതിൽ എനിക്ക് വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെല്ലാം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ തരുന്നുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. തുടർന്ന് 2 മാസം സംസാരിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും മണ്ണാമ്പറമ്പ് ജനപ്രതിനിധി കൂടിയായിട്ടുള്ള രഞ്ജിത്ത് അവരെ ക്ഷണിക്കുന്നു.
ഒരു ബഹുമാനായ അധ്യക്ഷനും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ മിനി സുനിൽ അവർ, ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ കാരണവരായി നിന്നിരുന്നത്, നമ്മുടെ ഏത് കാര്യത്തിലും എപ്പോഴും വിളിച്ചാലും എത്തിച്ചേരുന്ന നമുക്കേറെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ മുല്ലക്കര തകർന്നവർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വിഷ്ണുരാജ്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങളെ, ICDS സൂപ്പർവൈസർ, അംഗൻവാടി ടീച്ചർമാരെ, ആശാവർക്കർമാരെ, സർവ്വകലയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഇവിടെ വളരെ ഗൗരവമായി, വളരെ കാര്യമാത്ര പ്രസക്തമായി നമ്മുടെ മുൻ മന്ത്രിയും നമ്മുടെ ജനപ്രതിനിധിയുമായിരുന്ന മുല്ലക്കര സഖാവ് നിങ്ങളോടൊപ്പം സംവേദിക്കുകയുണ്ടായി. എങ്കിലും അതിനകത്ത് ഒരു വാക്കുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ അന്യമായി പോകുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ തലമുറയാണ് എന്ന് പറയേണ്ടതായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഇപ്പോഴത്തെ തലമുറ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയാൻ കഴിഞ്ഞതാണ്. ആരെയൊക്കെ കൊല്ലുന്നു, ആരൊക്കെ ജീവിച്ചിരിക്കുന്നു, നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഈ ഇരിക്കുന്ന തലമുറയിൽ പ്രത്യേകിച്ച് നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ അക്ഷയപാത്രമാണ്, അറിവിന്റെ അക്ഷയപാത്രമാണ്. പാട്ടുപാടുകയോ അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വന്നിവിടെ ഇരിക്കുന്നതിനുമൊക്കെ ഉപരി നിങ്ങളുടെ അറിവുകൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കൈമാറുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നിർഭാഗ്യവശാൽ നമ്മുടെ തലമുറയ്ക്ക് അല്ലെങ്കിൽ വളരുന്ന തലമുറയ്ക്ക് ഇപ്പോഴത് വേണ്ട. നേരത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടന പ്രസംഗത്തില് അല്ലെങ്കിൽ സമാപന സമ്മേളനത്തിന്റെ പ്രസംഗത്തില് നമ്മുടെ പ്രിയപ്പെട്ട മുൻമന്ത്രി പറഞ്ഞതുപോലെ മൊബൈലിലാണ് അവരുടെ ജീവിതം. മൊബൈൽ മാറിയാലേ നമ്മളടുത്തേക്ക് അവരെത്തുന്നു. അപ്പോൾ ഇനി വരുന്ന തലമുറയെങ്കിലും നമ്മോടൊപ്പം ചേർന്ന് നിൽക്കട്ടെ. അത്രയും കാലം അല്ലെങ്കിൽ ഇനി അടുത്ത വർഷം ഇങ്ങനെ ഒരു പരിപാടിയുടെ ആസൂത്രണം ചെയ്യുമ്പോൾ നമ്മൾ എത്ര പേരുടെ ഉണ്ടാകും, വേദിയിലായാലും സദസ്സിലുമുള്ള എത്ര പേരുണ്ടാകുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. എങ്കിലും എല്ലാവരും ഉണ്ടാകട്ടെ. അടുത്ത വർഷം ഇതിനെ വളരെ സജീവമായി നമുക്ക് കൊണ്ടാടുവാൻ കഴിയട്ടെ. അതുപോലെ തന്നെ ഈ പരിപാടിയിലേക്ക് ചേർന്ന നമ്മുടെ മുൻ മന്ത്രി ശ്രീ മുല്ലക്കര സഖാവിനെ ഒരിക്കൽ കൂടി ഈ പരിപാടിയിൽ സമ്മേളിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇത്രയും മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്രയധികം സഹനശക്തിയോടുകൂടി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും ആയിരങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നടത്തുന്നു. നന്ദി. ഇനി പ്രസംഗമൊന്നുമില്ല. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള ചെറിയൊരു സ്നേഹോപകാരം അതുകൂടി തന്നുകൊണ്ട് നമുക്ക് ഈ സമ്മേളനം അവസാനിപ്പിക്കാം. അപ്പം ഈ പങ്കെടുത്തതില് ഏറ്റവും പ്രായം കൂടിയ സുകുമാരൻ എന്ന വ്യക്തി ആദ്യമായി വേദിയിലേക്ക് വരേണ്ടതാണ്. മുണ്ട് നമ്മുടെ സമ്മാനം നൽകുന്നതിന് വേണ്ടി നമ്മുടെ മുൻ MLA മന്ത്രിയുമായ ശ്രീ മുല്ലക്കര സുധാകരൻ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തത് അവിടുന്ന് ഗോപിയാണ് വരേണ്ടതാണ്, അതുവഴി വരുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഇരിക്കുന്ന പൊസിഷനിൽ തന്നെ അതേ കണക്ക് കയറി വന്ന് ഇതുവഴിയൊക്കെ ഇറങ്ങി പോകാവുന്നതാണ്. അതേ കണക്ക് നിങ്ങൾക്ക് ഈ പരിപാടി കഴിഞ്ഞ് അതെ ഓരോരുത്തരായിട്ട് നമുക്ക് ബഹളം വയ്ക്കാതെ ഓരോരുത്തരായിട്ട് വന്നാൽ മതി. വയ്യാത്തവർ അവിടെ തന്നെ ഇരുന്നാൽ മതി, അല്ലാത്തവരെല്ലാം വന്ന് ഇതുവഴിയിലേക്ക് ഇറങ്ങി പോകാം. ഇത്
ആ സൈഡിൽ കൂടെ വരും. ആ സൈഡിൽ കൂടെ പരിപാടി കഴിഞ്ഞു. ആരും ബഹളം വെക്കണ്ട. മെമ്പറേ അങ്ങോട്ട് തരാം. അവിടെ ഇരുന്ന അമ്മ ആ ഫ്രണ്ടിൽ റോഡിലിരുന്നു. അമ്മ അവിടെ ഇരിക്കും, അത് കൊണ്ടുവെത്താനും. പേടിക്കാത്തവരെല്ലാവരും പേടിച്ചവരാരും ഇരിക്കരുത്. പരിപാടി വിജയിക്കണമെങ്കിൽ പേടിക്കാത്തവര് ഇതുവഴി വന്നതാ, കണ്ടു. ഇതുവഴി വന്നതാ അമ്മ. അമ്മ അങ്ങനെ തരാൻ എണ്ണമില്ല, ഒരെണ്ണേ ഉള്ളൂ. ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ആ, ഈ തട്ടിയിടല്ലേ. അതുകൊണ്ടാ പറഞ്ഞത്. അങ്ങനെ എടുത്ത് തന്നാൽ തന്നതാണോ അറിയില്ല. ഇത്ര എഴുതുന്നുണ്ട്, അതനുസരിച്ച്
ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന സംഗമം സംഘടിപ്പിച്ചു. ആ വയോജന സംഗമത്തിൻ്റെ തത്സമയ സംപ്രേഷണം ചടയമംഗലം കൈരളി ഓഡിറ്റോറിയത്തിൽ നിന്നും സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി ഞങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു. ഈ സംപ്രേഷണം പൂർണ്ണമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.